Hello guys, Assalamualaikum. Welcome back to my channel. എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങളുടെയൊക്കെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യാൻ നമ്മൾ ചെറുതായിട്ട് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ദൂരം ഊട്ടി കൊടൈക്കനാൽ മൈസൂർ എന്നല്ല, ഞങ്ങളുടെ തമിഴ്നാട്ടിലത്തെ മൈസൂർക്ക് ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഏർക്കാട് നിന്ന്. അവിടെ സ്പെഷ്യലായിട്ടൊന്ന് പോകുന്നുണ്ട്. എന്താ ചോദിച്ചാൽ നമ്മുടെ മസനഗുടി ഊട്ടിയിലൊക്കെ ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നിട്ടിരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ തമിഴ്നാട്ടിലത്തെ മൈസൂരായ ഏർക്കാടും ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഫുള്ളും ഇന്ന് അവിടെ പോയി ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഫ്ലവർ ഷോ ഞാൻ ഇതുവരെക്കും കണ്ടിട്ടില്ല. നമ്മൾ ഓൾറെഡി ഊട്ടിക്ക് പോണ മാസം നമ്മൾ ടൂർ പോയി. ആ സമയം നമുക്ക് ഫ്ലവർ ഷോ ഉള്ള സമയം അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഊട്ടിക്ക് അപ്പോൾ പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പശ്ചാത്താപം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സേലം ഏർക്കാട് പോവുകയാണ്. നല്ല ക്രൗഡ് ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ മേലെ കൂടെ പോകണില്ല, നമ്മൾ താഴെ അടിവാര സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മേലെ ഇനി അങ്ങോട്ട് മിയാസെ കാറിൻ്റെ മേലെയൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രാവലൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ടൈമും ആണ്, അതുപോലെ ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടുത്തെ വിശേഷങ്ങളും നമ്മളെന്തായാലും വീഡിയോ കട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാതും കൂടി ഒരു 8 നിമിഷം വീഡിയോത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾ പോണത് എന്തായാലും പോണത്തെ വിശേഷങ്ങളും ഇവിടുത്തെ എയർപ്ലെയിൻ ബ്ലെൻഡ് അല്ലേ, എന്താണ് എയർപ്ലെയിൻ എയർപ്ലെയിൻ അതൊക്കെ ഉണ്ടാവും. അവിടുത്തെ ഒരു പോണ ട്രാവലിംഗ് വീഡിയോ മാത്രം നമ്മൾ ഫസ്റ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യും. അതിനുശേഷമാണ് അവിടുത്തെ വിശേഷങ്ങളുള്ള വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഏർക്കാട് ഫുള്ള് കാണണമെങ്കിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴാണ് ഇവിടുത്തെ ഇതറിയുള്ളൂ. അപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ടൂർ വരുന്നവരാണെങ്കിൽ കൂടെ ഏർക്കാട് നല്ല ചൂസ് ചെയ്യുക. നമ്മുടെ ഊട്ടിയുടെ അതേ ഒരു ഇത് തന്നെയാണ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതാണ് അവരവരെ നാട്ടിലിരിക്കുന്ന പ്ലേസ് അവരവർക്ക് വില ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടത്തെയൊക്കെ വിട്ടിട്ട് ഞങ്ങളിപ്പോൾ ഊട്ടി കൊടൈക്കനാൽ ടൂർ, അതേമാതിരി ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതൊരു ഇതുണ്ടാവില്ല. അപ്പോൾ വേറൊരു രാജ്യം പ്ലേസും കാണാനായിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വന്ന് ഇവിടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും വരി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് ഞങ്ങളുടെ സേലാണ് ഈ കാണുന്നത്. നമ്മൾ ഓൾറെഡി ഇത്രത്തോളം നമ്മൾ കയറിയിട്ടുണ്ടാവും. ഇത് താഴായത് കാരണം കൊണ്ട് എത്ര വളവും തിരിവുണ്ടെന്ന് അതിൽ എഴുതി വെച്ചിട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടി മേലേക്ക് എത്തുമ്പോൾ വളവും തിരിവൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതവിടെ എത്തി. നമ്മുടെ അവിടെ കണ്ട വൈറ്റ് കളറിലുള്ള നമ്മുടെ സേലത്തും ബസ് സ്റ്റാൻഡും അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ നിർത്തിയിട്ട് നല്ല സ്ഥലം കാണുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് എടുക്കും. ഓൾറെഡി ഞങ്ങൾക്ക് ഈ സ്ഥലം പരിചയമുള്ളതാണ്. എന്നാൽ കൂടെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാതൊന്നും ഇറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പോണ വഴിയിൽ ജസ്റ്റായിട്ടൊരു ഇവിടുത്തെ പോണ ഒരു കാട്ടിൻ്റെ ഉള്ളത്തെ ഒരു അമ്പലം തോന്നുന്നുണ്ട്. ഇത് എല്ലാവരെയും വണക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒറിജിനലായിട്ടുള്ള ഓരോ മലയത്തെ വെള്ളമാണ് ഈ വരുന്നത്. ഇപ്പോൾ നല്ല മഴക്കാലം ആയത് കാരണം കൊണ്ട് നല്ല വെള്ളമൊക്കെ, നല്ല വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗി. നല്ല പേപ്പർ കടലാസ് പൂവൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സന മിയാസ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. മിയാസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. മിയാസേ സന അങ്ങിരിക്കാറ്
10:15 10:30 നമ്മൾ വന്ന വഴി ഇതാ വന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിനെ കാർ അലൗഡ് ഇല്ലാണ്ട് കാറൊക്കെ പോകുന്നുണ്ട് ഇത് റിട്ടേൺ വരുന്ന കാറാണ് അവിടുന്ന് കാറൊക്കെ വരുന്നു അവിടുന്ന് കാർ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മുന്നിലൊരു കാർ പോയതോ അതെന്നു தெரியல ஏதோ பக்கமாக ஊருக்காரங்களா இருப்பாங்க ஊருக்காரங்களை விடுறாங்களா ഗൈസ് ഞാൻ തൊപ്പി വെച്ചിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആരും പൊട്ടിസൂറാബിന്നൊന്നും പറയരുത് ഗൈസ് വെറുതെ യാസ് അവനെ കമൻറ്റ് ചെയ്തു യെസ് എന്ന് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാലിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് കാലിന് ഞാനതിപ്പോൾ പറയണില്ല അപ്പോൾ കുറേ ദൂരം ട്രാവൽ ചെയ്താൽ കാല് ഭയങ്കര വേദന ചെയ്തുകൊണ്ട് കുറച്ച് നേരം നിർത്തി പിന്നെ നല്ല വണ്ടിയൊക്കെ വരും നടു റോട്ടിൽ നിന്നിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് ട്രാവലേ കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും നടുവിൽ ഇറങ്ങി എവിടേക്കാ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കും നമ്മളോട് ജ്ഞാപകം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കും അല്ലേ എവിടെ പോയി അവിടുത്തെ 2-3 ഫോട്ടോ എടുത്ത് നമുക്ക് ഓർമ്മ വരും അത് നമ്മൾ അന്ന് അവിടെ പോയതല്ലേ അതിലൊരു വ്യത്യാസമുണ്ട് ഇന്നൊരു വ്യത്യാസം എന്താണെന്ന് അറിയുമോ ആ ഒരു ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-ാം വർഷത്തിലാണ് നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഒന്ന് വ്യത്യാസം അറിയാം അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെ ഉണ്ടായതുകൊണ്ട് താരതമ്യം ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളുടെ മെമ്മറീസിൽ വെക്കുന്നത് നമ്മൾ ഫോട്ടോസ് എടുക്കും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇതേമാതിരി ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും നമ്മളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് വരും അതൊക്കെയാണ് നമ്മളുടെ ദൂരം പോയാലും ശരി എരുത്തുള്ളതും പോയാൽ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും നല്ല മെമ്മറി പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും നമ്മളവിടുന്ന് വാങ്ങിയിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ ഡ്രസ്സ് എന്നല്ല വേറെ എന്തെങ്കിലും ഫ്ലവറോ ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ വൈസിൽ വെക്കുന്ന സാധനങ്ങൾ അതൊക്കെ ആകുമ്പോൾ നല്ല മെമ്മറീസ് ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മളെ സ്ഥലത്തുള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഉണ്ടല്ലോ എത്ര ഉണ്ട് നമ്മൾ സേലത്തിലെന്തെങ്കിൽ കമ്മിയാ 40 കിലോമീറ്റർ അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് എவ்வளோ ഉണ്ടാവും 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ആവത് റിട്ടേൺ പോയി വരത്തേക്ക് നമുക്ക് ഊട്ടിക്ക് എങ്கிறது പോகிறதுக்கு എவ்வளோ അതേതാ അവങ്ങൾക്ക് അങ്ങ് വരും അപ്പോൾ സംഭവം കുറച്ച് ട്രാവലിലെങ്കിലാണെങ്കിൽ പോലും അവനവൻ്റെ രാജ്യത്തിലിരിക്കും ഉള്ള ടൂറിസ്റ്റ് പ്ലേസ് അവനവർക്ക് വല്ലാണ്ട് ഒരു ഇതുണ്ടാവില്ല അത് നമ്മുടെ നാട്ടിലല്ലേ എപ്പോൾ ആണെങ്കിലും നമുക്ക് പോവാം ഏത് സീസണിലും ആണെങ്കിലും പോകാമെന്നിരിക്കും ഇപ്പോൾ ഞങ്ങൾ തന്നെ ഈ ഒരു നല്ലൊരു പ്ലേസ് ഇവിടെ വെച്ചിട്ട് ഊട്ടി മസനഗുഡി രാജസ്ഥാൻ അങ്ങനെയൊക്കെ പോയി ചുറ്റി വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ട്രാവൽ വീഡിയോ ഇട്ടാലും എന്തിനും ഇപ്പോൾ ഈ ഒരു ട്രാവൽ വീഡിയോ ഇട്ടാൽ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ വളരരുത് എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ ആയിരിക്കും ഏതൊരു വീഡിയോക്കും നല്ലതും കെട്ടതുമായിട്ടുള്ള എന്തായാലും കമൻറ്റ് വരും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാലേ അതല്ല ഇപ്പോൾ എനിക്കതൊക്കെ ശീലിച്ചു പോയി ഒരു പ്ലസ് പോയിൻ്റ് ആയാലും ശരി പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ ഒരുപാട് പേര് നമുക്ക് പ്ലസ് പോയിൻ്റ് തരുന്നുണ്ട് നിങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തണം നിങ്ങൾ ഉയരങ്ങളിൽ എത്തിയാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ഞങ്ങൾ ജസ്റ്റ് ഒരു 8 മിനിറ്റ് വീഡിയോ കണ്ടാലും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ
അത് നല്ല ഉയർച്ചയിലെത്തട്ടെ. എല്ലാവരും പോലെ ഞങ്ങളും ഉയർച്ചയിലെത്താൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇത്രയും ഇപ്പം ഞങ്ങൾ 4 പേരാണ് ഒരു ഫാമിലി. ആ ഫാമിലി ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ഏകദേശം 1.25 ലക്ഷം ഫാമിലി ഉണ്ട് നമുക്ക് വ്യൂവേഴ്സായിട്ട്. അപ്പോൾ അവരൊക്കെ നമ്മളുടെ വീഡിയോ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും. അവർ അടുത്ത എന്തായിരിക്കും ഇടുക, എന്തായിരിക്കും അവരുടെ അടുത്ത കണ്ടൻറ്റ്, എന്തായിരിക്കും അവരുടെ ഇതിൽ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം ഞങ്ങൾ വീഡിയോസ് എന്തായാലും ഞാൻ ഇടാം. അപ്പോൾ നടു റോട്ടിലാണ് നിന്നിട്ട് കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ട്രാവൽ വീഡിയോ ഒക്കെ. ഇതിൻ്റെ ബാക്കി വീഡിയോ നാളത്തെ വീഡിയോയിലുണ്ടാവും. നാളത്തേന്നല്ല, നമ്മളെന്തായാലും അപ്ലോഡ് ചെയ്യുക. ആരും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടാലോ ഒരുപാട് കാണാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് പേർക്ക് ട്രാവൽ വീഡിയോനെ കുറച്ച് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആരും ബോറടിപ്പിക്കണമെന്നില്ല. ഞാൻ വീഡിയോ അടുത്തതായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ വരുമ്പോൾ ഡ്രസ്സൊക്കെ ഓരോന്ന് ഇപ്പം തന്നെ ഊരി കൈ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അപ്പത്തിനും ഓരോന്ന് ഊരാനും അയക്കാനും ബാഗിൽ വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരി, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നാളെ നെക്സ്റ്റ് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.